ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ദ്രൗപദി ദർശം ഇനി ഒരു പാട്ട് കൂടിയേ ഉള്ളൂ. 57-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. എന്നാൽ ദർശിൻ്റെയും ശിവാനിയുടെയും സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിക്കൊണ്ട് പെട്ടെന്നൊരു കോൾ വന്നു. വേലായുധൻ ചേട്ടൻ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ദേവ, അല്പം സീരിയസ് ആണ്, ഹോസ്പിറ്റലിലാ പുള്ളി. എങ്ങനെ, എവിടെ വെച്ച്? അതൊന്നും കറക്റ്റായി എനിക്കറിയില്ല, അവരുടെ ഭാര്യ വിളിച്ചു പറഞ്ഞതാ. ഇത് നിന്റെ അച്ഛൻ്റെ പണി തന്നെ ആവും. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുക, നീ അങ്ങോട്ടേക്ക് വാ, സിറ്റി ഹോസ്പിറ്റലിലാണേ, ആഷി പറഞ്ഞു. ആടാ ശരി. കോള് കട്ടായതും ശിവ അവനെ ആകാംക്ഷയോടെ നോക്കി. വേലായുധൻ ചേട്ടന് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെന്ന്. അയ്യോ, ഇത് അയാൾ ചെയ്തു തന്നെയാവും, സാക്ഷി പറയാതിരിക്കാൻ വേണ്ടി. ഞാൻ എന്തായാലും അവിടം വരെ പോകാം ശിവ. ദർശ ആശുപത്രിയിലെത്തുമ്പോൾ അവിടെ ആശിയും ശരത്തും ഇൻസ്പെക്ടറും ഉണ്ട്. ആഹാ, വന്നല്ലോ മഹാദേവന്റെ പ്രിയപ്പെട്ട മകൻ. അച്ഛൻ തോറ്റുകൊടുക്കുന്ന കൂട്ടത്തിലല്ല അല്ലേ? അയാൾ എന്താ കരുതിയത്, ഇതൊക്കെ ചെയ്താ കേസിൽ നിന്ന് സുഖമായി ഊരിപ്പോരാമെന്നോ? ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഇതും കൂടി ചേർത്ത് കേസിന്റെ സ്ട്രെങ്ത് ഞാൻ കൂട്ടുന്നുണ്ട്. ഇനി അവൻ പുറം ലോകം കാണില്ല. ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ട് ദർശ തലകുനിച്ചു. സ്വന്തം അച്ഛൻ കാരണം എന്തൊക്കെയാണ് കേൾക്കേണ്ടി വരുന്നത്? ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്താ? എത്ര വന്നാലും മനുഷ്യന്മാർ പഠിക്കില്ലെന്ന് വെച്ചാ? ശരത് അവനെ മാറ്റി നിർത്തി. ദർശ്, ചേട്ടൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഇൻസ്പെക്ടർ നല്ല ചൂടിലുവാ. ആ ലോറി ഇടിച്ചിട്ട് കടന്നുപോയി, പക്ഷെ ആ നമ്പർ ആരോ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റോഡിലൊക്കെ ചെക്കിംഗ് നടക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാ കൂട്ട കൊലപാതകമാവും ശിക്ഷ, ശരത്ത് പറഞ്ഞു. അനുഭവിക്കട്ടെ ശരത്, അയാൾ എൻ്റെ അച്ഛനായി എന്നത് പറയാൻ തന്നെ എനിക്കിപ്പോൾ നാണക്കേടാ. ഒരു മനുഷ്യൻ ഇങ്ങനെ തരം താഴാമോ? ഒരു കുറ്റം ചെയ്തു, അതിൻ്റെ ശിക്ഷ വാങ്ങണം, അല്ലാതെ അടുത്തതിൻ്റെ പുറകെ പോവുകയല്ല വേണ്ടത്. ദർശിൻ്റെ സ്വരത്തിൽ നിസ്സഹായത കലർന്നിരുന്നു. ദർശ് വന്നാലുടനെ ഷോപ്പിൽ പോവാമെന്ന് കരുതി റെഡി ആവുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. അവൾ ചെന്ന് വാതിൽ തുറന്നു. ദർശനയും അമ്മയും. അവൾ അവരെ അവിടെ പ്രതീക്ഷിച്ചതേയില്ല. കയറി വാ അമ്മ, ദച്ചു വാ മോളെ. അവർ ഫ്ലാറ്റിലേക്ക് കയറി. ആ ഫ്ലാറ്റ് ആകപ്പാടെ ഒന്ന് നോക്കി. ദേവനില്ലേ? ഏട്ടൻ അത്യാവശ്യ കാര്യത്തിനായി പോയേക്കോ അമ്മേ? അമ്മ ഇരിക്കും, ഞാൻ വെള്ളം എടുക്കാം. ഒന്നും വേണ്ട മോളെ, താമസമൊക്കെ കൊള്ളാം, എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. അവൾ അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ളത് എടുത്തു. ദർശന അത് വാങ്ങിയില്ല. എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല, എൻ്റെ ഏട്ടനെ കാണാൻ വന്നതാ. ഏട്ടൻ ഇപ്പോൾ വരും. എന്താ ദച്ചു നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ? നിങ്ങളാ എല്ലാത്തിനും കാരണക്കാരി, ദർശന പറഞ്ഞു. ദച്ചു വേണ്ട, നിർത്ത്, അമ്മ വിലക്കി. അമ്മ മിണ്ടാതിരിക്ക്. അമ്മയ്ക്കും ഇതൊക്കെ പറയാനുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഞങ്ങളുടെ കുടുംബം എല്ലാം നശിപ്പിച്ചു, എല്ലാം. നിങ്ങൾ വരുന്നതിന് മുമ്പ് വളരെ സന്തോഷമുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ അച്ഛൻ, ഏട്ടൻ, ആശിയേട്ടൻ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അവളുടെ സ്വരമിടറി. നിനക്ക് തെറ്റിയതാ മോളെ, ഞാനൊന്നുമല്ല കാരണക്കാരി, നിന്റെ അച്ഛൻ തന്നെയാ, ശിവാനി സമാധാനത്തോടെ പറഞ്ഞു. അല്ല, നിങ്ങൾ തന്നെയാ. നിങ്ങൾ വന്നത് ഞങ്ങളുടെ കുടുംബം തകർക്കാനാ. സമാധാനമായില്ലേ? ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം തന്നെ ഇല്ലായിരുന്നു. കള്ളം, എല്ലാം കണക്ക് കൂട്ടി തന്നെയാ വന്നത്. പണ്ടെങ്ങോ നടന്നൊരു കൊലപാതകത്തിന്റെ പേരിൽ എൻ്റെ കുടുംബം നിങ്ങൾ തകർത്തു. നിർത്തടി. ശിവാനിയുടെ സ്വരം ഉയർന്നതും ദർശന ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു പ്രതികരണം അവളും കരുതിയില്ല. ദേ, നീ പറയുന്നത് എന്താണെന്ന് ആലോചിക്കണം. നീ പറയുന്നുണ്ടല്ലോ നിന്റെ കുടുംബം ഞാൻ തകർത്തെന്ന്. ഞാനല്ല, നിന്റെ അച്ഛൻ തന്നെ അടി തകർത്തത്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആ വേദന? ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ കുടുംബം തകർന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദന. പണ്ടെങ്ങോ നടന്ന കൊലപാതകം. പറയാൻ എളുപ്പമാടി, പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനെയാ. ഞങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അച്ഛനെ. അദ്ദേഹത്തെ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ ഒരംശം പോലും നീ അനുഭവിച്ചിട്ടില്ല. നിനക്കതിൻ്റെ വേദന അറിയില്ല. നിൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന് എങ്കിലും നിനക്ക് പറയാം, പക്ഷേ എനിക്ക് അതുപോലും പറ്റില്ല. ശിവാനിയുടെ ശബ്ദം നിസ്സഹായമായി. വേദനയും നഷ്ടങ്ങളും എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാ. ഞാനായിട്ട് ആരുടെയും കുടുംബം തകർക്കണമെന്ന് കരുതിയില്ല, പക്ഷേ എൻ്റെ അച്ഛന് നീതി കിട്ടാൻ ഏതറ്റം വരെയും ഞാൻ പോവും. അത് ഞാനെന്നല്ല, എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ പോലും അതേ ചെയ്യൂ, ശിവാനി കിതച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദർശന തലകുനിച്ചു. സുഭദ്രാമ്മ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ശിവാനി മോളെ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നീ പറഞ്ഞതൊക്കെ നേരാ. ഇവക്കൊന്നും അറിയില്ല, ഇവള് കുട്ടിയാ. അതൊന്നും മോള് കാര്യമാക്കണ്ട. മോൾ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം. തെറ്റിവരുടെ അച്ഛൻ്റെ ഭാഗത്ത് തന്നെയാ. മോളുടെ അച്ഛന് നീതി കിട്ടട്ടെ. അതുതന്നെയാണ് അമ്മയും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മോൻ നിൻ്റെ ഒപ്പം സന്തോഷവാനായിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് മതി അമ്മയ്ക്ക്. അവളെ തലോടി സുഭദ്രാമ്മ പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ദർശം വന്നു. അമ്മ, ദച്ചുമോളെ നിങ്ങൾ എപ്പോൾ എത്തി?
അവരെ കണ്ട് അവന് ഒരുപാട് സന്തോഷമായി. കുറച്ചു നേരമായി മോനെ, നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാ, ഇറങ്ങാൻ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് പോവാം അമ്മ, ഞാൻ കാണാൻ വരെ ഇരിക്കുകയായിരുന്നു. ഓരോ തിരക്കായിപ്പോയി, കേസും കാര്യങ്ങളും. അച്ഛൻ പുതിയൊരെണ്ണം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. കേസിന്റെ പ്രധാന സാക്ഷിയെ ഒന്ന് തീർക്കാൻ നോക്കിയതാ. ഇനി അതും കൂടി ചേർത്ത് അനുഭവിക്കട്ടെ. അല്ലാതെ എന്തു പറയാൻ പറ്റൂ എനിക്ക്? വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ. ഇന്നല്ലെങ്കിൽ നാളെ ചെയ്തതിനൊക്കെ അനുഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇനി ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. അവരുടെ സ്വരമിടറി. ദച്ചുമോളെ, നിന്റെ പഠിത്തമൊക്കെ നല്ലപോലെ പോകുന്നില്ലേ? ഉണ്ട്. ഏട്ടൻ എൻ്റെ കോളേജ് ഫീസ് അടച്ചിരുന്നോ? ഞാൻ അടച്ചിരുന്നു. അത് ഞാൻ സമയത്ത് അടച്ചോളാം. മോൾ അതിനെക്കുറിച്ച് അറിയണ്ട, പഠിച്ചാൽ മതി. അവളെ ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞു. ഏട്ടന് വീട്ടിലേക്ക് വന്നൂടെ? ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ അവിടെ. വരാം മോളെ, ഈ കേസൊന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് എല്ലാം ശരിയാക്കാം. അല്പനേരം അവിടെ ചിലവഴിച്ച ശേഷം അവർ മടങ്ങി. പോവാൻ നേരം ദർശന കുറ്റബോധത്തോടെ ശിവാനിയുടെ കൈ കവർന്നു. എടുത്ത് ക്ഷമിക്കണം എന്നോട്. സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. സാരല്ല മോളെ, ഞാൻ നിന്നോടും ദേഷ്യപ്പെട്ടു. സോറി. എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ. നിനക്കും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഒറ്റപ്പെട്ടു എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇത് ഞാനായിട്ട് മനഃപൂർവ്വം ചെയ്തതല്ല. നിന്റെ അച്ഛൻ സ്വയം ഉണ്ടാക്കിയതാ. ഇനി ആര് വിചാരിച്ചാലും ഞാൻ വിചാരിച്ചാൽ പോലും രക്ഷപ്പെടുത്താൻ പറ്റില്ല, ശിവാനി പറഞ്ഞു. കേസിന്റെ വിധി വരുന്ന ദിവസം സാക്ഷികളെയും മൊഴികളെയും വിസ്തരിച്ചു. വേലായുധൻ അത്യാസന്ന നിലയിൽ കടന്നെങ്കിലും അയാൾക്ക് അന്ന് കോടതിയിൽ വരാൻ മാത്രം ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പോഴും അയാൾ ചികിത്സയിലാണ്. എന്നാൽ നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന വേലായുധന്റെ മൊഴി കോടതിയെ ഏൽപ്പിച്ചു. തെളിവുകളും സമർപ്പിച്ചു. കേസ് അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ചു. മഹാദേവിനെ കസ്റ്റഡിയിലേക്ക് അയച്ചു. അയാൾ പോവാൻ നേരം പകിയോടെ ശിവാനിയെ നോക്കി. അവളെ തീർക്കാനുള്ള ദേഷ്യം അവൾ അയാളുടെ കണ്ണുകളിൽ കണ്ടു. മഹാദേവന്റെ ഉള്ളിൽ പകയായിരുന്നു. ഓരോ നിമിഷവും അത് ആളിക്കത്തിക്കൊണ്ടിരുന്നു. വിചാരിച്ചതിലധികം തെളിവുകൾ, സാക്ഷികൾ. ഇനി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടില്ല. കൊലപാതക കുറ്റം മാത്രമല്ല, എല്ലാ സ്വത്തും സമ്പാദ്യവും കോടതി ശിവാനിക്ക് വിട്ടു നൽകും. എല്ലാം നഷ്ടപ്പെട്ടു. കുടുംബം, മക്കൾ, സമ്പാദ്യം, ജീവിതം. എനിക്ക് കിട്ടാത്ത ജീവിതം അവൾക്കും വേണ്ട. ഇതിനെല്ലാം കാരണക്കാരിയായ അവൾ ഇനി വേണ്ട. ഇനി നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല, അയാൾ കണക്ക് കൂട്ടി. അന്ന് വൈകിട്ട് ദർശും ശിവാനിയും ഷോപ്പിൽ നിന്ന് മടങ്ങിയെത്തി. അവൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പോയി. കുറച്ച് ദിവസമായിട്ട് അവൾക്ക് വല്ലാത്ത ക്ഷീണം പോലെ, തലചുറ്റലും പീരീഡ്സും തെറ്റിയിരിക്കുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞിരുന്നു. താനൊരു അമ്മയാവാൻ പോകുന്നു എന്ന് അവൾക്ക് തോന്നി. ദർശന് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി അവൾ രഹസ്യമായി കിറ്റും വാങ്ങി വെച്ചിരുന്നു. ആകാംക്ഷയോടെ അവൾ അത് ടെസ്റ്റ് ചെയ്തു നോക്കി. റിസൾട്ട് കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. അതെ, താനൊരു അമ്മയാവാൻ പോകുന്നു. ദേവേട്ടനെയും തൻ്റെയും കുഞ്ഞ്. എത്രയോ കാലമായി അവൾ കണ്ട സ്വപ്നം അത് സഫലമായിരിക്കുന്നു. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവൾ ആ കിറ്റ് കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ ദേവനെ കാത്തിരുന്നു. ദേവേട്ടൻ വരുമ്പോൾ ആദ്യം കെട്ടിപ്പിടിക്കണം, എന്നിട്ട് ഈ കിറ്റ് കയ്യിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ കണ്ണുകൾ സന്തോഷവും സങ്കടവും കലർന്ന് നിറയും. അതവൾക്ക് ഉറപ്പാണ്. ഒരുമിച്ചൊരു ജീവിതം, ദേവേട്ടനും മക്കളുമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു ജീവിതം. അതവൾ ഒരുപാട് നാളായി കൊതിക്കുന്നുണ്ട്. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അവൾ സന്തോഷത്തോടെ ദർശാണെന്ന് കരുതി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. എന്നാൽ ആളെ കണ്ടവൾ നടുങ്ങി വിറച്ചുപോയി. മഹാദേവ്? ജയിലിലായിരുന്നല്ലോ അയാൾ എങ്ങനെ ഇവിടെ എത്തി? അവളെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് മഹാദേവ് വാതിൽ ബലമായി തള്ളി അകത്തേക്കു കയറി. അവളുടെ കയ്യിൽ നിന്ന് കിറ്റ് താഴേക്ക് വീണത് അയാൾ കണ്ടു. അതയാൾ എടുത്തു കഴിഞ്ഞു. വാവ്, പ്രഗ്നന്റ് ആണല്ലോ എൻ്റെ മരുമോള്. എന്നെ ജയിലാക്കി നീ ഇവിടെ സൂഹിക്കുകയാണല്ലേടി. അവൾ വാ വയ്ക്കാൻ പോയതും അയാൾ അവളുടെ വായ പൊത്തി. അവൾ അയാളുടെ കൈകളിൽ കിടന്ന് പിടഞ്ഞു. എനിക്കറിയാം, എന്നെ തേടി പോലീസ് ഇപ്പോൾ എത്തും. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. നിന്നെ ഞാൻ വെച്ചേക്കില്ലടി. അവളുടെ വായിൽ നിന്ന് കൈമാറ്റാതെ അയാൾ ക്രൂരമായി പറഞ്ഞു. അവൾക്ക് ശ്വാസം കിട്ടാതെയായി. അവൾ അയാളുടെ കയ്യിൽ കിടന്ന് ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു. അവൾ ബോധം മറഞ്ഞു താഴേക്ക് വീണിരുന്നു. എന്നിട്ടും പക തീരാതെ അയാൾ തൻ്റെ കയ്യിലുള്ള കത്തി അവളുടെ മേലേക്ക് കുത്തിയിറക്കി. തുടരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി.